കട്ടക്കലിപ്പ്. പിണറായി വിജയനും മാധ്യമങ്ങളും തമ്മിൽ അങ്ങനെ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകില്ല. പലപ്പോഴും മാധ്യമങ്ങളോടുള്ള പിണറായി വിജയന്റെ പെരുമാറ്റം വാർത്തകൾ ആകാറുണ്ട്. പ്രത്യേകിച്ചും കടക്കുപുറത്ത് പോലുള്ള വലിയ സംഭവങ്ങൾ നമുക്കിപ്പോഴും മുന്നിൽ ഓർമ്മയുണ്ട്. 2017 BJPയും CPIഎമ്മും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി അന്നത്തെ ഗവർണർ P. സദാശിവത്തിൻ്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഒരു യോജിച്ച ഒരു സമ്മേളനം നടന്നു. BJP നേതാക്കളും CPM നേതാക്കളും ഇവരുടെ അണികൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നു, പരസ്പരം വെട്ടിമുറിവേൽപ്പിച്ച് ആജീവനാന്തം കിടക്കയിൽ കിടക്കുന്നു. അങ്ങനെ CPM BJP സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. കാരണം ഈ പറയുന്ന കൊല്ലപ്പെടുന്ന ബലിദാനികളും കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളും ഒക്കെ സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് അന്നത്തെ ഗവർണറായിട്ടുള്ള P. സദാശിവം ഇത്തരമൊരു യോഗം ചേരാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം BJP നേതാക്കളോടും ആവശ്യപ്പെട്ടു, CPIM നേതാക്കളോടും ആവശ്യപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് മാസ്കറ്റ് ഹോട്ടലിൽ ഇങ്ങനെ ഒരു യോഗം നടത്തിയത്. ആ യോഗത്തിലേക്ക് മാധ്യമപ്രവർത്തകർ വന്ന് അതിന് മുന്നോടിയായിട്ട് അവിടുത്തെ ആ ഹാളിലെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് പിണറായി വിജയന്റെ വരവ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പം അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു. ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ക്ഷുഭിതനായിക്കൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറയുകയായിരുന്നു. പിന്നീട് അതൊരു ശൈലിയായി മാറി, കേരളം മുഴുവൻ ഏറ്റെടുത്ത ഒരു ശൈലിയായി മാറി കടക്ക് പുറത്ത് എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും മാധ്യമ പ്രവർത്തകരോട് ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള ഈ കോപം തീർത്തിരിക്കുന്നത്. എന്താണ് അതിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു. പൊതുവെ അദ്ദേഹം അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കെന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അല്ലാതെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ സൗകര്യമില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കാം, അതായത് മാധ്യമങ്ങളെ വിളിക്കാം, ഞാൻ നിങ്ങളോട് പറയാം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏതാണ്ട് 10-26 വർഷത്തെ ശൈലി എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുറകെ പോയി മൈക്ക് വെച്ചാൽ അദ്ദേഹം ഒന്നും പറയാറില്ല. മറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പറയും. അതാണ് പിണറായി വിജയന്റെ ശൈലി. അത് അദ്ദേഹം തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കരുത്, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അപ്പോൾ നിങ്ങളോട് പറയാം എന്ന് അദ്ദേഹം പലതവണ അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ചിട്ടും ഈ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ എവിടെ പോയി കണ്ടാലും ഇത്തരത്തിൽ മൈക്ക് നീട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അതിന് എന്താണ് കാരണം? ഈ റിപ്പോർട്ടർമാർക്കും മേൽ ഡെസ്കിൽ നിന്നും, അതായത് ചാനലുകളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. പിണറായി വിജയൻ ഇന്നടത്ത് വരുന്നു, പോയി നിൽക്കൂ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ചാനൽ പ്രവർത്തനം അവിടെ പോയി നിന്നാൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. ഈ പറയുന്ന ചാനൽക്കാരനോട് പിണറായി എന്തു പറഞ്ഞാലും വാർത്തയാണ്. അതുകൊണ്ട് മറ്റുള്ളവരും ഈ ചാനലുകാരന്റെ പുറകെ പോയി അവിടെ നിൽക്കാൻ ബാധ്യസ്ഥരാകുന്നു. ചാനൽ പ്രവർത്തകർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നില്ല, ബൈറ്റ് കൊടുക്കുന്ന ആളല്ല. അത് എന്നാലും വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോലും കൊണ്ട് ചെല്ലുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇനി അഥവാ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നോ പറഞ്ഞാൽ പോലും അത് വാർത്തയാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിടാതെ ഈ ചാനലുകാർ പിന്തുടരുന്നത്. അവർക്കറിയാം അദ്ദേഹം ഒന്നും പറയില്ല എങ്കിൽ പോലും അഥവാ എന്തെങ്കിലും പറഞ്ഞാലോ അഥവാ ദേഷ്യപ്പെട്ടാലോ എല്ലാം തന്നെ വാർത്തയാകും എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകർക്ക് അറിയാം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മേൽ അവരുടെ മേലുദ്യോഗസ്ഥർ ചെലുത്തുന്ന സമ്മർദ്ദത്തിന്റെ ഫലമായി ഈ പിണറായി വിജയന്റെ പുറകെ ഇങ്ങനെ അവർക്ക് നടക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയപ്പോൾ സമാനമായ നിലയിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രധാനമായി 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇപ്പോൾ CPIയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾ, അതായത് അദാനിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേതാക്കൾ 2 തട്ടിലാണ്. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയനും ഒരു ഭാഗത്ത് നിൽക്കുന്നു, അവിടെ അഴിമതിയുണ്ട് എന്ന് പറയുന്നു, ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഇവർക്ക് എതിരായി
മറ്റൊരു വിഭാഗം MV ജയരാജൻ, EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി എന്നിവരുൾപ്പെട്ട മറ്റൊരു വിഭാഗം നേതൃനിരയിലേക്ക് ഉയർന്നു വന്നുകൊണ്ട് ഈ പറയുന്ന പിണറായി വിജയൻ, MV ഗോവിന്ദൻ കോക്കസിന് എതിരായി ഇവർ ഉയർന്നു വരികയും ഒരു നേതൃമാറ്റം ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പിണറായി വിജയനോട് ചോദിക്കാനുള്ളത്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ചോദ്യം. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ വിശദമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. തനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചോദ്യോത്തരവും കഴിഞ്ഞു. അതിൻ്റെ എല്ലാ വശങ്ങളും ആ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞതാണ്. പിന്നീട് രണ്ടാമത് പിണറായി വിജയനോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണ്? വയനാട്ടിലെ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്. അവിടെ മാധ്യമപ്രവർത്തകർക്ക് ഒരു പ്രശ്നമുണ്ടായി. കാരണം മാധ്യമപ്രവർത്തകർ മുഴുവൻ ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്ക് പോയി. മിക്കവാറും നമുക്കറിയാമല്ലോ, ചില ചാനലുകൾക്ക് 2ഉം 3ഉം യൂണിറ്റുകൾ ഉണ്ടാകും. അതായത് റിപ്പോർട്ടർമാർ 3ഓ 4ഓ റിപ്പോർട്ടർമാർ ചേരുന്ന, ക്യാമറാമാനും ചേരുന്ന 2ഓ 3ഓ സംഘങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവിടേക്ക് 3ഓ 4ഓ ഇത്തരത്തിൽ യൂണിറ്റുകളെ വിടാറുണ്ട്. എന്നാൽ അത്തരം യൂണിറ്റുകൾ കുറവുള്ള ചാനലുകളുണ്ട്. അവർക്ക് ഒരു യൂണിറ്റ് മാത്രമേ അവിടെ വിടാൻ കഴിയുകയുള്ളൂ. ഒരു റിപ്പോർട്ടറെയും ഒരു ക്യാമറാമാനെയും മാത്രമേ വിടാൻ കഴിയുന്ന രീതിയിലുള്ള പരിമിതികളുള്ള ചാനലുണ്ട്. അപ്പോൾ ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന ഒരു യൂണിറ്റുള്ള ഈ പറയുന്ന ചാനലുകാർക്ക് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവർക്ക് മിസ്സിംഗ് ആയി. വീണ്ടും അവർക്ക് പിണറായി വിജയന് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് വേണം. മറ്റ് ചാനലുകൾ അത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റുള്ള ചാനലുകാർക്ക് അല്ലെങ്കിൽ 2 യൂണിറ്റുള്ള ചാനലുകാർക്ക് ഇത്തരത്തിൽ അവിടെയും ഇവിടെയുമായി വന്ന് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കള്ളാടി ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കേണ്ടത് ഈ വാർത്ത മിസ്സായ, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മിസ്സായിട്ടുള്ള ചാനലുകാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അവർക്ക് ആ വാർത്ത മിസ്സായി. അതുകൊണ്ട് എന്താണ് കള്ളാടി ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് ആരാഞ്ഞ് അദ്ദേഹത്തിന്റെ ഇന്ന് ഉത്തരം കിട്ടേണ്ടത് ഇവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും പിണറായി വിജയന്റെ പുറകെ നടക്കുന്നത്. ഇത്തവണ അദ്ദേഹം വീണ്ടും കടക്കുപുറത്ത് എന്ന് പറഞ്ഞതിന് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളുടെ രൂക്ഷ പ്രതികരണമായിട്ടാണ് ഈ കോലും കൊണ്ടൊന്ന് മാറി നിൽക്കൂ, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുക്കയിൽ ഈ കോലും കൊണ്ട് വരുന്നത്, എനിക്ക് പറയാനുള്ളപ്പോൾ എനിക്ക് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വാക്കുകൾ. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ പറയാമെന്നൊക്കെ ഞാൻ പറയൂ, നിങ്ങൾ വടി വിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ന്യൂസ് പോകണം വന്നിട്ട് വാതിൽ കിടക്കല്ലോ. കാലും കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കല. നിങ്ങൾക്ക് ന്യൂസ് പോകണം വന്നിട്ട് വാതിൽ കിടക്കല്ലോ. കാലും കെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നടക്കല. നിങ്ങൾക്ക് ന്യൂസ് പോകണം വന്നിട്ട് വാതിൽ കിടക്കല്ലോ. ഇവിടെ പിണറായി വിജയനെ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. കാരണം പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് നമുക്കൊരു മുൻധാരണയുണ്ട്. മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരുടെ തോളിത്തട്ടി ഒക്കെ സുഖിപ്പിച്ച് സംസാരിക്കുന്ന നേതാക്കൾ ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്ന് തികച്ചും വിഭിന്നനാണ് പിണറായി വിജയൻ. അങ്ങനെ ആരെയും അങ്ങനെ സുഖിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനില്ല. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ PR വർക്കുമായി ബന്ധപ്പെട്ട് നിരവധി അഭിമുഖങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം. അപ്പോൾ ഒരു ചിരിക്കാത്ത നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രതിച്ഛായ മുൻപ് തന്നെയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജന്മമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണല്ലോ. പിണറായി വിജയന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ജന്മന തന്നെ അദ്ദേഹം അങ്ങനെയാണ്. അത്ര ഗൗരവക്കാരനാണ്. എല്ലാവരെയും കണ്ട് ചിരിച്ച് തോളത്ത് തട്ടിപ്പോകുന്ന നേതാവൊന്നുമല്ല. പക്ഷേ ഈ PR വർക്കുമായി ബന്ധപ്പെട്ട് ചിരിക്കുന്ന ഒരു പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം മോഹൻലാലുമായിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകാരുമായിട്ട് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോഴും അതേപോലെ യൂട്യൂബർമാരുമായിട്ടുള്ള ഇന്റർവ്യൂ നടത്തുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം വളരെ പ്രസന്നവദനായിട്ടാണ്, വളരെ ചിരിച്ചുകൊണ്ടാണ്
അന്നൊക്കെ ഇത് അഭിമുഖം നൽകിയത്. മാത്രമല്ല LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഈ പാറശാല മുതൽ കാസർഗോഡ് വരെ വെച്ചിട്ടുള്ള ഹോർഡിങ്സുകളുണ്ടല്ലോ, അതിലെല്ലാം ചിരിച്ച പിണറായി വിജയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിനിടയിലും അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നുപോയി. നമുക്കറിയാമല്ലോ, ഒരാൾ ചോദിച്ചപ്പോൾ, ഒരു സഖാവ് എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന ആ ഒറ്റ ഉത്തരം കൊണ്ട് അതുവരെ കെട്ടിപ്പൊക്കിയ PR എല്ലാം പൊളിഞ്ഞു വീണു. അത് അദ്ദേഹത്തിന് വലിയ ഡാമേജ് ഉണ്ടാക്കി. ചുരുക്കത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് മറ്റുള്ളവരെ പോലെ അല്ല. അവർ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി പറയുന്ന ഒരു ശൈലി അല്ല അദ്ദേഹത്തിൻ്റെത്. മറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി മാധ്യമ സമ്മേളനം വിളിച്ചു ചേർക്കാറുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു പക്ഷേ കെ കരുണാകരൻ കഴിഞ്ഞാൽ ഇത്രയും കൃത്യനിഷ്ഠ പാലിക്കുന്ന മറ്റൊരു നേതാവുമില്ല. 10 മണിക്ക് മാധ്യമ സമ്മേളനം എന്ന് പറയുമ്പോൾ കൃത്യം 10 മണിക്ക് തന്നെ അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിലെത്തിയിരിക്കും. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത അത്ര കണിശമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹത്തിന്റെ പരിപാടികളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അത്രയും കൃത്യനിഷ്ഠപ്പെടുത്തുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ മേലുള്ള ഈ പറയുന്ന ഒരു പ്രഷറായിരിക്കാം, ജോലിയുടെ സമ്മർദ്ദമായിരിക്കാം. പിണറായി വിജയനിൽ നിന്നും മറുപടി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പുറകെ നടക്കുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഒരു ടാർഗറ്റിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ വരുന്നത്. എന്തായാലും പിണറായി വിജയൻ ഈ പറയുന്ന നമുക്കറിയാവുന്നതുപോലെ 26 വർഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും 2 തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും മൈക്ക് വെക്കുമ്പോൾ പറയുന്ന ആളല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ പുറകെ പോയി ഇത്തരത്തിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അത് നല്ല രീതിയല്ല. പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മേലുള്ള ഈ ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയന്റെ പുറകെ ഇത്തരത്തിൽ പോകുന്നത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം അവിടെ എങ്ങനെ ഇടപെട്ടാലും വാർത്തയാണ്. പിണറായി വിജയൻ മാധ്യമങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചാലും പ്രതികൂലമായി പ്രതികരിച്ചാലും ഒക്കെ തന്നെ വാർത്തയാണ്. അങ്ങനെ അവസാനത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യപ്പെടലാണ്, ഒരു കലിപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.